എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 5-ാം തീയതിയിലെ ദീപിക പത്രത്തിൻ്റെ മൂന്നാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്. KSEB ഏറ്റവും ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനം. വാക്ക് ശ്രദ്ധിക്കണം, ലാഭം. എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കിയത്? പൊതുജനത്തെ കൊള്ളയടിച്ച് ലാഭം ഉണ്ടാക്കി. ഇനി എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നുള്ളതിൻ്റെ ഒരു ബില്ല് കാണിക്കാം. ബില്ലിൽ വന്നിരിക്കുന്ന തുക 2657 രൂപ. അതിനകത്ത് ഉപയോഗിച്ച കറണ്ടിൻ്റെ ചാർജ്, എനർജി ചാർജ് 1964 രൂപ. ഡ്യൂട്ടി 196.46 രൂപ. ഫ്യൂവൽ സർചാർജ് 27.51 രൂപ. ഫിക്സഡ് ചാർജ് 430 രൂപ. മീറ്റർ വാടക 30 രൂപ. റൗണ്ട് ഓഫ് ഒരു 43 പൈസ. ലേറ്റ് പേയ്മെൻറ്റ് പലിശ 8 രൂപ. ടോട്ടൽ 2657 രൂപ. അതായത് ഈ 2657 നിന്ന് 1964 രൂപ എന്ന എനർജി ചാർജ് കുറച്ചാൽ ബാക്കി വരുന്ന തുക 693 രൂപ. ജനങ്ങൾക്കു വേണ്ടി, ജനങ്ങളാൽ, ജനങ്ങൾ ഭരിക്കുന്ന മനോഹരമായ ജനാധിപത്യം. അങ്ങനെ മനോഹരമായ ജനാധിപത്യത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിച്ചപ്പോൾ ഏറ്റവും ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനമായി ഇലക്ട്രിസിറ്റി ബോർഡ് മാറി. അതായത് ഈ രീതിയിൽ ഇങ്ങോട്ട് കൊള്ളയടിച്ചാണ് ബില്ലിടുന്നത്. എന്തിനാണ്, എങ്ങനെയാണ് എന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇനി മാർച്ച് 8-ാം തീയതിയിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് ഇത് ചേർത്തൊന്ന് മനസ്സിലാക്കാം. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. 2, 3000 രൂപ ക്ഷേമ പെൻഷൻ. അടുത്തത്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കും മാസം. അതെന്നാന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം കുട്ടിക്കാനത്ത് മരിയം കോളേജിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടുത്തെ ഒരു പെങ്കൊച്ച് രാഹുൽ ഗാന്ധിയെയും പിന്നെ KC വേണുഗോപാലിനെയും ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെയും കളരി പഠിപ്പിച്ചു. ഇങ്ങനെ കളരി പഠിപ്പിച്ചു. കളരി പഠിപ്പിച്ചതിൻ്റെ ഒരു ഗുരുദക്ഷിണയായിട്ട് കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും 1000 രൂപ വെച്ച് ഗുരുദക്ഷിണ എല്ലാ മാസവും കൊടുത്തേക്കാമെന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ചെറുപ്പക്കാർക്ക് വേണ്ടി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. അത് ചിലപ്പോൾ പ്രയോജനം ഉണ്ടാകുമായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ വേറൊരു പ്രധാന കാര്യം പറഞ്ഞു, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് പ്രത്യേക ഒരു വകുപ്പ്. ഇന്നാൾ VD സതീശൻ പറഞ്ഞ് ചെറുപ്പക്കാരുടെ ക്ഷേമത്തിന് ഒരു വകുപ്പ് ഉണ്ടാകുന്നു. അതായത് ഇപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിൽ 21 മന്ത്രിമാരുണ്ട്. ഇനി ഇപ്പം ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു വകുപ്പും വരും, വയസ്സന്മാർക്ക് വേണ്ടി ഒരു വകുപ്പൂടെ വരും. ഞാൻ പറയുന്നത്, ഒരു കോപ്പും വേണ്ട. സൗജന്യം തന്ന് മലയാളിയെ ഇനി പറ്റിക്കണ്ട. സൗജന്യം തന്ന് മലയാളിയെ ഇനി കളിപ്പിക്കണ്ട. കൊല്ലം കശാപ്പുകാരൻ ആടിനെ കൊണ്ടുപോകുമ്പം അവനിങ്ങനെ പ്ലാവല കാണിച്ച് ആടിനെ കൊണ്ടുപോകും, അല്ലാതെ ആട് വരികയില്ല. ഇങ്ങനെ പോകുമ്പോൾ ആട് ഈ പ്ലാവലയുടെ പുറകിൽ ഇങ്ങനെ പൊക്കോളും, എന്നിട്ട് കൊണ്ട് കൊല്ലാനാ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ സൗജന്യം തന്ന് മലയാളിയെ പറ്റിക്കണ്ട. കിറ്റ് മലയാളിക്ക് വേണ്ട. ഈ കിറ്റും മാങ്ങാത്തലി ഒന്നും കൊടുത്ത് മലയാളിയെ പറ്റിക്കണ്ടിനി. മര്യാദയ്ക്ക് ഇവിടുത്തെ കറണ്ട് ബില്ല്, ഇവിടെ കേടായി കിടക്കുന്ന ജനറേറ്ററുകൾ, അത് ലാവലിൻ എന്ന് പേരുള്ളതാണെങ്കിലും അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് നന്നാക്കി, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ ഡാം, ഇവിടുത്തെ ജനറേറ്റർ മര്യാദയ്ക്ക് കറണ്ട് ഉണ്ടാക്കി അതിന് ഒരു 15,000 കോടി രൂപയ്ക്ക് 10 വർഷത്തേനെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. 1500 കോടിക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ വലിയ തുക 26,000 മിച്ചം കോടിക്ക് വിലയ്ക്ക് മേടിക്കുന്നതെല്ലാം ഒഴിവാക്കി ഇന്നുള്ളതിൻ്റെ ഒരു 10-1 വിലയ്ക്ക് മര്യാദയ്ക്ക് കറണ്ട് തരാമോ? കോൺഗ്രസിനോട് ചോദിക്കട്ടെ. ഈ കറണ്ട് ബില്ല് ഇന്ന് വരുന്നതിൻ്റെ ഒരു 10-1 കുറയ്ക്കാമോ? വെളിയിൽ നിന്നുള്ള മേടിയിലങ്ങ് നിർത്തണം. എന്നിട്ട് ഇവിടുത്തെ ജനറേറ്ററൊക്കെ ആ ലാവലിൻ കമ്പനിക്കാരനെ തന്നെ കൃത്യമായിട്ട്, ആൽഫ ലാവലിൻകാരനെ തന്നെ കൃത്യമായിട്ട് വിളിച്ചിട്ട് അത് നന്നാക്കി മര്യാദയ്ക്ക് ഒരു 10-1 കറണ്ട് ബില്ല് തരാമോ? ഞങ്ങൾക്ക് സൗജന്യം വേണ്ട. ഞങ്ങളുടെ നികുതി പണം എടുത്ത് ഞങ്ങൾക്ക് സൗജന്യം വേണ്ട. അടുത്തത് കോൺഗ്രസ്സുകാരോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്നവരോട് ചോദിക്കട്ടെ. വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ആക്കി തരാമോ? ഞങ്ങൾക്ക് സൗജന്യം വേണ്ട. അടുത്തത്, ഇന്ധന വില മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ആക്കി തരാമോ? ഞങ്ങൾക്ക് സൗജന്യം വേണ്ട. നികുതികൾ, ഫീസുകൾ, പെനാൽറ്റികളൊക്കെ മറ്റുള്ള സംസ്ഥാനത്തെ പോലെ ആക്കി തരാമോ? ഞങ്ങൾക്ക് സൗജന്യം വേണ്ട. നിത്യോപയോഗ സാധനങ്ങളുടെ വില മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ ആക്കി തരാമോ? ഞങ്ങൾക്ക് കിറ്റ് ഒരു കോപ്പും വേണ്ട. കാർഷിക വിളകൾക്ക് മാന്യമായ വില ഉണ്ടാക്കി തരാമോ? ഞങ്ങൾക്ക് സൗജന്യം വേണ്ട.
വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഒഴിവാക്കി തരാമോ? ഞങ്ങൾക്ക് സൗജന്യം വേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിലെ ശതമാനം അനുസരിച്ച് കർണാടകത്തിലെ പോലെയും തമിഴ്നാട്ടിലെ പോലെയും ജനസംഖ്യയ്ക്ക് എത്ര ആനുപാതികമായ ശതമാനം അനുസരിച്ചാണ് ഉദ്യോഗസ്ഥന്മാരുള്ളത്, അതുപോലെ ഇവിടെ ആക്കി തരാമോ? ഞങ്ങൾക്ക് സൗജന്യം വേണ്ട. കേരള ജനത്തോടും പറയട്ടെ, ഞങ്ങളുടെ നികുതിപ്പണം എടുത്ത് സൗജന്യം ഇനി വേണ്ടടാ ചെറ്റകളെ എന്ന് രാഷ്ട്രീയക്കാരനോട് ജനം പറയാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭാവി ഉണ്ടാവുള്ളൂ. നമ്മുടെ നികുതിപ്പണം കൊള്ളയടിച്ചിട്ട് നമുക്ക് തരുന്ന കറണ്ടിനും വെള്ളത്തിനും നമുക്ക് എന്ത് സേവനം തന്നാലും അതിന് ഒടുക്കത്തെ ഫീസ് മേടിച്ചിട്ട് ഇലക്ഷൻ ആകുമ്പോൾ 3000 ഉലുവ, 1000 ഉലുവ സ്ത്രീകൾക്ക്. ഇനി ബസ്സിലെല്ലാം സൗജന്യം. ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? രാഹുൽ ഗാന്ധിക്ക് ഒരുവിധം വെളിവുണ്ടായിരുന്ന ഓർത്തത്. ഇപ്പം മനസ്സിലാകുന്നു അങ്ങേരുടെ പിടിവിട്ട് നിൽക്കുക. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? വീണ്ടും കൂട്ടും. ഇനിയും അങ്ങനെ കൂട്ടണ്ട. സൗജന്യം വേണ്ട. ഞാൻ പൊതുജനത്തോട് പറയട്ടെ, കിറ്റും കൊണ്ട് വരുന്നവനെ മിറ്റത്ത് കയറ്റരുത്, കാലിലെറിഞ്ഞ് ഓടിക്കണവനെ. ഇങ്ങനെ കിറ്റും കൊണ്ട് വരുന്നവനെല്ലാം നമ്മളെ ചതിക്കും. പൊതുജനത്തിൻ്റെ നികുതി പണം എടുത്ത് പൊതുജനത്തിന് സൗജന്യം കൊടുക്കുന്നെങ്കിൽ അത് പൊതുജനത്തിനെ നന്നാക്കാനല്ല എന്ന് മലയാളി മനസ്സിലാക്കണം. ഒരിക്കൽ കൂടെ പറയട്ടെ, വർഷം 1500 കോടി കൊണ്ട് കേരളം മുഴുവൻ ആവശ്യമായ വൈദ്യുതി കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അത് 27,000 കോടി വരെ വർദ്ധിപ്പിച്ചത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ച് തരാമെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും പാർട്ടിക്കാരൻ ഇവിടെ ഉണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്കിനി സൗജന്യം വേണ്ട. ഞങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഞങ്ങൾക്കിനി സൗജന്യം വേണ്ട എന്ന് മലയാളി മുഴുവൻ പറയാൻ തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.